ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വെറ്റിനറിയിലേക്ക് പോവാണ്. വേറെ ആരും കൊണ്ടല്ല, നമ്മുടെ ഡോബർമാനും കൊണ്ടാണ്. അവന് കുറച്ച് 2-3 ദിവസമായിട്ട് മോഷണമൊക്കെ പോകുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടി എന്നുള്ളൊരു രീതിയിലാണ് മോഷണമൊക്കെ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ ഇച്ചിരി മടിയുണ്ട്. ടിക്സ് ഉണ്ടായിരുന്നു. ടിക്സിന് ഞാൻ ഇച്ചിരി കൂടുതലായപ്പോൾ നമ്മൾ ബ്രവറ്റോ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം പോയി. പക്ഷെ എന്നാലും ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യണം, ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട്. കാരണം നമുക്കറിയില്ലല്ലോ. അന്ന് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്തില്ല, അന്ന് വേറെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. അപ്പൊ ഇന്നാണ് ഓരോരോ ബുദ്ധിമുട്ടുകൾ അവൻ കാണിക്കുന്നത്. അപ്പൊ ഇന്ന് വെറ്റിനറിയിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഡോക്ടർ ആവരുത്. അപ്പൊ എന്തെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞാൽ വേഗം തന്നെ വെറ്റിനറിയിൽ കാണിക്കുക. പറ്റുവാണെങ്കിൽ ബ്ലഡും ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ അസുഖത്തിനാണല്ലോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മള് ഇത് അതുകൊണ്ടായിരിക്കാം അപ്പൊ ഇതാക്കാം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ബ്ലഡ് ചെക്ക് ചെയ്താൽ നമുക്കറിയാം എന്താണ് സംഭവം, എന്താണ് കാര്യങ്ങളെന്ന്. അപ്പോ എല്ലാവരും നമ്മുടെ ഗോപുകുട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഥ അത് അവിടെ അടിയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. എല്ലാവരും എല്ലാ വീഡിയോയിലും പറയുന്നത് ഗോപുകുട്ടനെ കാണിക്കാനാണ്. ഗോപുവിനെ കാണിച്ചു തരാം. അതെ, ഗോപു ഇഷ്ടം കൂടി എന്തോ കാര്യമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കാട്ടോ. അതെ കണ്ടോ, നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവം കടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മുഖത്തേക്ക് ഒരു ദയനീയമായ ഒരു നോട്ടം ഉണ്ടാവും രണ്ടാളും. എന്തേ ഇപ്പൊ നോക്കണില്ലേ? എന്നാ അല്ലെങ്കിൽ വേണ്ട, പ്ലാസ്റ്റിക് ആണ്. വയറ്റിലേക്ക് പോയാലേ വിഷയവും. വേണ്ട കേട്ടാ, വേറെ നമുക്ക് മേടിക്കാം കേട്ടോ. നമ്മുടെ കൊക്ക ഉള്ളിലുണ്ട് കണ്ടോ. പിന്നെ അതെ നമ്മുടെ ജിമ്മിച്ചനകത്തുണ്ട്. എല്ലാരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, എന്താണ് നമ്മുടെ ജിമ്മിച്ചനെ കെട്ടിയിടണേന്ന്. ഞാൻ നമ്മുടെ ഇൻസ്റ്റയിലാണെങ്കിലും കുറെ പേര് ചോദിക്കുന്നുണ്ട്. വേറൊന്നല്ല, ജിമ്മിയുടെ ക്യാരക്ടർ എപ്പോഴാ മാറാന്ന് പറയാൻ പറ്റില്ല. കാരണം അവൻ നാടനാണ്. പക്ഷെ എങ്കിൽ കൂടി പെട്ടെന്ന് ഒരു നോട്ടത്തിൽ അവന്റെ നാടനാണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല, പെട്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ ജിമ്മിനും കൊണ്ട് അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, ലൈക്ക് നമ്മുടെ ഏരിയയിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതേതാ ബ്രീഡ്, അങ്ങനെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. തള്ളല്ല കേട്ടോ, കാര്യമായിട്ട് പറയുന്നതാണ്. ഇപ്പൊ പെട്ടെന്ന് കാണുമ്പോ ജിമ്മിനെ നാടനായിട്ട് തോന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എണീപ്പിച്ചു, ജിമ്മി വന്നേ, ബായോ എണീക്ക് പോവാ നമുക്ക്, ബായോ ബാ എണീക്ക്. കണ്ടോ, പെട്ടെന്നൊരു നോട്ടത്തിൽ അവനെ നാടൻ, കാരണം അവന്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടോ. പെട്ടെന്നൊരു നോട്ടത്തിൽ നാടനാന്നുള്ളൊരു കാണില്ല കണ്ടോ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാനെ നമ്മൾ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ എന്താ പറയാ വിടും, ലൈക്ക് വാക്കിങ്ങിനെ കൊണ്ടുപോകും. പക്ഷെ അങ്ങനെ അലമ്പ് ഇതാക്കാനായിട്ട് നമ്മൾ വിടില്ല. അപ്പോൾ അവന്റെ കളറ് കോൺട്രാസ്റ്റ് ഒക്കെ ഇപ്പോഴും നല്ല രീതിക്ക് നല്ല കളറായിട്ടാണ് നിൽക്കണം. അപ്പോൾ ഫെയ്ഡ് ഒന്നും വന്നിട്ടില്ല, അത്രയും ക്ലിയർ ആയിട്ടാണ് നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഗോപുവിന്റെ വിശേഷങ്ങള്. ഗോപുവിന്റെ വീലിന്റെ കാര്യങ്ങൾ ഇതാക്കിയിട്ടുണ്ട്, മെഷർമെന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവര് സാമ്പിളും കൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ വരും എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ സാമ്പിൾ ഓക്കെ ആണെങ്കിൽ അത് നമുക്ക് തരും. ഇല്ലെങ്കിൽ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ കുറച്ചുകൂടി ബാക്കി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു വീക്കിനുള്ളിൽ വരും എന്ന് പറഞ്ഞത്. ടോട്ടൽ ഒരു 2 weeks ആ ഒരു സമയമാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മുടെ മാളുവിന്റെ പപ്പീസ്, അതിനെയും കുറെ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പപ്പീസിനെ പറ്റിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 കുഞ്ഞുങ്ങളാട്ടോ ഉള്ളത്. കുഞ്ഞുങ്ങളെ 4 എണ്ണവും ബുക്കിംഗ് ആണ്. ശരിക്കും പ്രഗ്നന്റ് ആയപ്പോഴേ ബുക്കിംഗ് ആണ്. ശരിക്കും എന്താ പറയുക, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിളിക്കുന്നവരോട് ഞാൻ പറയുന്നുണ്ട്, എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ നമ്മൾ എന്തായാലും തരും. കാരണം ഒരിക്കലും ഞാൻ ഇത് ഒരു പൈസയ്ക്ക് കൊടുക്കുക അങ്ങനെ ഒന്നും അല്ല കേട്ടോ. എനിക്ക് പൈസ അല്ല മുഖ്യം. എനിക്ക് വേണ്ടത് ഇവർക്ക് നല്ലൊരു വീട്, വീട്ടിലെ അംഗത്തെ പോലെ ആ ഒരു കോൺസെപ്റ്റ് നമുക്കുള്ളൂ. എനിക്ക് ഇത് വിറ്റിട്ട് കാശ് ഉണ്ടാക്കണം അങ്ങനെ ഒന്നും ഒരു കോൺസെപ്റ്റ് ഞാൻ ഇതുവരെ അങ്ങനെ ആക്കായിരുന്നെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നു. കാരണം എനിക്ക് ഇഷ്ടം പോലെ അങ്ങനെ അവസരങ്ങൾ വന്നതാണ് ബ്രീഡിങ്ങിന്റെ ഇതായിട്ടുള്ള. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഈ പാവങ്ങളെ വിറ്റിട്ട് ഇതാക്കിയിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. പാട്ടവർ. അപ്പോൾ മക്കളെ കാണിച്ചു തരാം. കണ്ണ് തുറന്നിട്ട് ചെറുതായിട്ട് പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. ഇപ്പൊ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം കേട്ടോ. അതെ കണ്ടോ, ഇവളാണ് മെയിൻ ചാട്ടക്കാരി. ഇവള് ഇതിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് എവിടെയെങ്കിലും കണ്ടോ. ഇപ്പൊ തലയും കുത്തതിനുള്ളിൽ വീഴുന്നത്. ഇവള് ചെറുതായിട്ട് കണ്ണു തുറന്ന് കണ്ടോ. ഈ സുന്ദരിയെ, ഇവളാണ് ആദ്യത്തെ മോള് കേട്ടോ. ഇവളാണ് ആദ്യം വന്നത്. അതെ, ഇവളാണ് ആദ്യം വന്നത്. അതെ, കുറുമ്പി പെണ്ണ്, ഫീമെയിലാണ്. അതെ, നമ്മുടെ കൊക്കോമോ ഒന്ന് നോക്കുക എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതെ, ഇതും കുറുമ്പിയാണ്. ഇത് കുറുമ്പി പെണ്ണ കണ്ടോ. ഇതിൽ ആകുള്ളൊരു കുറുമ്പെന്തേ ഇത് മാത്രമാണ്.
എവിടെ പോയി? അതെ, ഇവനാണ് കുറുമ്പൻ. ഇവ ഇച്ചിരി മടിയനാ. കണ്ടോ, ഒരു കണ്ണ് മാത്രമേ തുറന്നിട്ടുള്ളൂ. നമ്മുടെ ആറന്തമ്പുരാനിലെ മറ്റാളുടെ പോലെ ഒരു കണ്ണ് മാത്രമേ ഞങ്ങൾ തുറന്നിട്ടുള്ളൂ. അത് നമ്മുടെ ഇഷക്കുട്ടി നോക്കിയിരിക്കും. നോക്ക് എന്താണ് സംഭവം എന്ന് അറിയാൻ പറ്റും. ഇഷക്കുട്ടിയെ അപ്പോ പിന്നെ നമ്മൾ പപ്പീസിന്റെ അപ്ഡേറ്റ്സ് ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ രാത്രി 8 മണി 8:30 നമ്മൾ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാറ്. ഷോർട്സും വീഡിയോസും ഒന്നരാടം കൂടുമ്പോൾ ഷോർട്സ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പേജ് നമുക്ക് ഫോളോ ചെയ്യാം. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താലും മതി. കറുമ്പൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും വിക്കുമോനും ഇരിക്കുന്ന ഫോട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ കറക്റ്റ് അതേ സെയിം പിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DP ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിലും തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സ് മീൻസ് പെട്ടെന്ന് അപ്ഡേറ്റ്സുകൾ നമ്മൾ അതിലാണ് ചെയ്യാറ്. കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലെ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലാണ് ചെയ്യാറ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലും ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്ന് വെറ്റിനറിലേക്ക് പോവാണ്. ഇപ്പം സമയം 12 മണി ആവണു. കണ്ടോ, 12 മണി ആവണു. നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മൾ മുന്നേ നമ്മുടെ ഡോബർമാനെ കൊണ്ടുപോയിട്ടുള്ള സ്ഥിരം നമ്മളുടെ ചേട്ടനാണ് വരുന്നത്. അപ്പോൾ ആള് ജോലി കഴിഞ്ഞ് 12 മണിക്ക് വരും. ആൾ കോർപ്പറേഷനിലെ ഡോഗ് കാച്ചിങ്ങിന്റെ ഡ്രൈവറാണ്. അപ്പോൾ മൂപ്പര് വരും 12 മണിയാകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് വരും. അങ്ങനെ നമ്മുടെ നിജോ ചേട്ടൻ വന്നു കേട്ടോ. ചേട്ടനെ കണ്ടപ്പോഴേക്കും തന്നെ വേഗം തന്നെ ഓട്ടോറിക്ഷയിൽ കയറിയിരുന്ന് ചാടി കയറി അവൻ എങ്ങോട്ടോ പോവാന്ന് മനസ്സിലായി. അപ്പോൾ ചേട്ടൻ്റെ കൂടെ കഴിഞ്ഞ് വെറ്റിനറി അകത്തേക്ക് കൊണ്ടുപോയി ചേട്ടനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ നമുക്ക് കുറച്ച് സ്ലിപ്പ് എഴുതി തന്നു, കുറച്ച് മരുന്നുകൾ എഴുതി തന്നു അവനൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. ലിവർ ടോണിക്കൊക്കെ അവിടെ നിന്ന് നമുക്ക് മാഡം തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വെറ്റിനറിയിലേക്ക് പോയിട്ട് ഡോക്ടർ പറഞ്ഞ ഇപ്പൊ ബ്ലഡ് ചെക്ക് ചെയ്യണ്ട. രാജമോഹൻ പറഞ്ഞു ഇപ്പൊ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആളിപ്പോൾ ഓൾറെഡി കുഴപ്പമില്ല കണ്ടിട്ട്. ഇപ്പൊ ചെയ്താൽ തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇപ്പൊ കണ്ടെത്താനാവില്ല, കാരണം ആളിപ്പോ ഇച്ചിരി ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് വിറ്റാമിൻ്റെ ടാബ്ലറ്റും അതുപോലെ സിറപ്പുകളും കാര്യങ്ങളും എഴുതി തന്നിട്ടുണ്ട്, നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി നമ്മുടെ ചക്കനെ കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കാൻ പോവാണ്. ചക്കനെ കാണിച്ചു തരാം. ചക്കൻ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ, ഡോറിന്റെ അവിടെ ഉണ്ട്. എവിടെ പോയി ഒങ്കുറു? ഞങ്ങൾ ടുണ്ടർമ വന്നു. അതെ, ഇനി ആ കൺപീലയുടെ സംഭവം പറഞ്ഞത് അത് ഐ ഡ്രോപ്സ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാക്കി കഴിഞ്ഞാൽ സെറ്റാവും. ഇതേ നമ്മുടെ ഐറാനെ ഓടിപ്പിക്കാൻ പോവാട്ടോ. ഇതേ കണ്ടോ, ചക്ക നല്ല ഉഷാറാണ്, നല്ല ഉഷാറാണ്. നമ്മുടെ ഇഷ്ടക്കുട്ടിക്ക് ഇത്തിരി പേര് കണ്ടോ, കണ്ടോ നമ്മുടെ ജിമ്മിയുടെ അത് കണ്ടോ. അതുകൊണ്ടാണ് നമ്മള് അവനെ ഉള്ളിലേക്ക് ഉള്ളില് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. വാ കേറ് ഇഷ കേറ് ബാ. അപ്പോ ഇത്രയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങള്, നമ്മുടെ ഇവനെ കൊണ്ട് കാണിച്ചതിനുള്ള വിശേഷങ്ങള്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. കാരണം കുറെ പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും ഒന്നുകൂടെ നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ കുറെ കാര്യങ്ങൾ കുറെ പേര് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരണവരെ ബൈ.